നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. Akbar College, a division of Akbar Group, State Bank Road, opposite Town Hall, Tirur. രാജ്യത്തെ ആധികാരിക മാധ്യമപ്രവർത്തക കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കേരള ഘടകമായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് തിരൂർ ഒരുങ്ങി. സമ്മേളനം ആഗസ്റ്റ് 24, 25 തീയതികളിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ ആധികാരിക മാധ്യമപ്രവർത്തക കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കേരള ഘടകമായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് തിരൂർ ഒരുങ്ങി. രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ IJU. ഏകദേശം 38,000 മാധ്യമപ്രവർത്തകരാണ് IJU അംഗമായിട്ടുള്ളത്. ആ IJU അഫിലിയേറ്റ് ചെയ്ത കേരളത്തിലെ ഏക സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU. ഈ KJUവിൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 25-ാം തീയതി തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുകയാണ്. അതിൽ ഒരുപാട് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, നാഷണൽ ലീഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്, മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ദൃശ്യ മാധ്യമ അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരും ഇതിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ സമ്മേളനം വളരെ നല്ല രീതിയിലാണ്. പല ആളുകളും അതിനായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിവിധ മേഖലകളിൽ അന്ന് രാവിലെ ഉദ്ഘാടന സെഷൻ, അതോടൊപ്പം തന്നെ നമ്മൾ വയനാട്ടിലെ ദുരന്തബാധിതർ അവർക്ക് വേണ്ടി ഒരു പുഷ്പാർച്ചന, മറ്റ് അനുസ്മരണ പ്രഭാഷണം, അതോടൊപ്പം തന്നെ റിപ്പോർട്ട് അവതരണം, തിരഞ്ഞെടുപ്പ് തുടങ്ങി പുതിയ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പ് തുടങ്ങിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയാണ്. നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ ഏകദേശം 60ഓളം പേരാണ് പങ്കെടുക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും 50 പേര് പങ്കെടുക്കുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നും അതിനാനുപാതികമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരെല്ലാവരും തലേ ദിവസം തന്നെ പലരും എത്തിച്ചേരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ തുഞ്ചൻ പറമ്പിൽ ഒരുക്കി കഴിഞ്ഞു. സമ്മേളനം ആഗസ്റ്റ് 24, 25 തീയതികളിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കും. KJUവിന്റെ മുതിർന്ന നേതാക്കളായിരുന്ന G. പ്രഭാകരൻ, U. വിക്രമൻ എന്നിവരുടെ നാമധേയത്തിൽ സജ്ജീകരിക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കൾക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 200ഓളം പ്രതിനിധികളും പങ്കെടുക്കും. 24-ന് വൈകുന്നേരം താഴെപ്പാലം ഗ്രേസ് റെസിഡൻസിയിൽ സമ്മേളന പ്രതിനിധികൾക്ക് മാത്രമായി മാധ്യമ പഠന ക്ലാസ് നടക്കും. 25-ന് ഞായറാഴ്ച രാവിലെ 10-ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ദിവസം എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ടായിരിക്കും ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ MLA മാർ പങ്കെടുക്കുന്നുണ്ട്. സ്ഥലം MLA കുറുക്കോളി മൊയ്തീൻ, ഡോക്ടർ KT ജലീൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, പിന്നെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U. സൈനുദ്ദീൻ, അതുപോലെ തന്നെ നമ്മുടെ VKM ഷാഫി ജില്ലാ പഞ്ചായത്ത് അംഗം, ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ആയതുകൊണ്ട് പിന്നെ ഈ നമ്മുടെ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വലിയ കളർഫുള്ളായിട്ട് പരിപാടി വേണ്ട എന്ന് വെച്ചതാണ്. അത് ഔദ്യോഗികമായിട്ട് തന്നെ പരിപാടികൾ നടത്താം. അതല്ല എങ്കിൽ നമ്മൾ വളരെ വിപുലമായ 2 ദിവസം നല്ല സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികളൊക്കെ ഉദ്ദേശിച്ചിരുന്നതാണ്. നമ്മൾ തന്നെ അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം പരിപാടികളൊക്കെ ഒഴിവാക്കി ഔദ്യോഗികമായിട്ടുള്ള പരിപാടി മാത്രമായിട്ട് ഈ ഒരു സമ്മേളനം ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് അന്നത്തെ നമ്മൾ ഇവിടെ എത്തുന്ന ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് IJUവിൻ്റെ ബൽവീന്ദർ സിംഗ് ജമ്മു, അതുപോലെ തന്നെ SN സിൻഹ മുൻ ദേശീയ പ്രസിഡന്റായിരുന്നു, അവർ 24-ാം തീയതി വയനാട് സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി അത് പിന്നെ ഒരു നല്ല രീതിയിലേക്ക് IJUവിൻ്റെ പത്രം, നമുക്ക് സ്ക്രൈബ് ന്യൂസ് എന്ന് പറയുന്ന പത്രമുണ്ട്, അതിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അവർ ഇവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല അവർ നാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങളിലേക്ക് അത് പ്രസിദ്ധീകരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ വയനാടിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളെല്ലാം വേണ്ട എന്ന് വെച്ച് ഇങ്ങനെ ഒരു MLA-മാരായ കുറുക്കോളി മൊയ്തീൻ, KT ജലീൽ, അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, IJU ദേശീയ നേതാക്കളായ K. ശ്രീനിവാസ റെഡ്ഡി തെലുങ്കാന, ബൽവീന്ദർ സിംഗ് ജമ്മു, SN സിൻഹ പഞ്ചാബ്, DSR സുഭാഷ് തമിഴ്നാട്, K. വിറാഹത്ത് അലി തെലുങ്കാന, KJU സംസ്ഥാന ഭാരവാഹികളായ P. സുരേഷ് ബാബു, AK. സുരേന്ദ്രൻ, ജോബ് ജോൺ എന്നീ പ്രമുഖർ വിവിധ സെഷനുകളിൽ സംബന്ധിക്കും. സ്വാഗത സംഘം
വിഭാഗം ഭാരവാഹികളായ പി കെ രതീഷ്, എ പി ഷഫീഖ്, ദിലീപ് അമ്പായത്തിൽ, വി കെ റഷീദ്, റാസിക് വെട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ഫിനിഷിംഗ് സ്കൂൾ, IELTS, TOEFL, ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ്, എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് ബാങ്ക് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ.